മഴത്തോരു മുമ്പ് എടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രോഹിത്തിനെ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബബിതയും ബാലചന്ദ്രനും ജയിലിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന ശേഷം രോഹിത്ത് പുറത്തിറങ്ങുകയും അവനെയും കൂട്ടി തിരിച്ചു വരികയാണ്. വരുന്ന സമയത്ത് അനങ്ങാതെ നിൽക്കുന്ന രോഹിത്തിനെ കൈപ്പിടിച്ച് ബാലചന്ദ്രൻ കാറിനരികിലേക്ക് കൊണ്ടുവന്നിട്ട് മുൻസീറ്റിൻ്റെ ഡോറ് തുറക്കുന്ന സമയത്ത് ആ ഡോറ് രോഹിത്ത് അങ്ങ് അടച്ചിട്ട് ബാക്കിൽ കയറിയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ബബിത രോഹിത്തേട്ട മുന്നിലിരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനുള്ള മറുപടി ഒന്നും കൊടുക്കാതെ ബാക്ക് സീറ്റിൽ മിണ്ടാതെ ആകെ വല്ലാത്തൊരു അവസ്ഥയിൽ ഇരിക്കുകയാണ് രോഹിത്ത്. അങ്ങനെ പിന്നീട് ബാലചന്ദ്രൻ ബബിതയോട് മുന്നിൽ കയറാൻ പറഞ്ഞിട്ട് അവർ പോവുകയാണ്. പോകുന്ന സമയത്ത് ബാലചന്ദ്രൻ രോഹിത്തിനോട് നമുക്ക് ഇവിടെ ഇറങ്ങി ചായ കുടിച്ചാലോ, അല്ല നിന്നെ വിട്ടയച്ച സമയത്ത് ആ അരിയും കൂട്ടരും എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ രോഹിത്തിനെ സംസാരിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ മിണ്ടാതിരിക്കുകയാണ് രോഹിത്ത്. ആ ഒരു സമയത്ത് ബാലചന്ദ്രൻ, നീ എന്താടാ ഒന്നും സംസാരിക്കാത്തത്? നമുക്കെന്തായാലും ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോകാം, നീ അവിടെ നിന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ, നമുക്ക് ചായ കുടിച്ചിട്ട് പോകാം എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്കൊന്നും വേണ്ട എന്നുള്ള മറുപടി മാത്രമാണ് രോഹിത്ത് പറഞ്ഞത്. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് പോവുകയാണ്. എത്തുന്ന സമയത്ത് അലീന അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അലീനയെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ അങ്ങ് ഭ്രാന്ത് പിടിച്ച പോലെ അകത്തോട്ട് കയറി പോവുകയാണ്. പോകുന്ന സമയത്ത് എടാ വല്ലതും കഴിച്ചിട്ട് പോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മിണ്ടാതെ മുകളിലോട്ട് കയറി പോവുകയാണ്. ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഒന്നും തന്നെ സംസാരിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല, ആകെ വല്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്, ഒന്നും കഴിച്ചിട്ടുമില്ല, എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അച്ഛനൊന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടു കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അലീന കിച്ചണിലോട്ട് പോകുന്നുണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ ബബിത കയറിയിട്ട് മുകളിലോട്ട് പോയിട്ട് ഫ്രഷൊക്കെ ആയി വന്നതിന് ശേഷം നമ്മൾ വൈജയന്തിയെ ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് രോഹിത് ഇറക്കാൻ പോയ കാര്യം, ജയിലിലോട്ട് പോയ കാര്യവും അവൻ സംസാരിക്കാത്ത കാര്യവും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നീയും അച്ഛനും കൂടെ എൻ്റെ അടുത്ത് വന്ന് രോഹിത്തിനെ ഒന്ന് കൊണ്ട് കാണിക്കാഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞതാണ്, ആ സമയത്ത് വെറുതെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയുകയാണ് നമ്മുടെ ബബിത വൈജയന്തിയോട്. അപ്പോൾ ആ സമയത്ത് വൈജയന്തി വല്ലാതെ ചൂടാവുന്നുണ്ട്. അല്ലെങ്കിലും അങ്ങനെ ഉണ്ടാവുകയുള്ളൂ, അങ്ങനെയാണോ പറയേണ്ടത്, എന്തായാലും ഞാൻ അവനെ പെറ്റി വളർത്തിയ തള്ളയല്ലേ, എന്നെ ഒന്ന് കൊണ്ട് കാണിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യം പിടിച്ച് പറയുകയാണ്. അങ്ങനെ നമ്മുടെ വൈജയന്തി, എനിക്ക് രോഹിത്തിനോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, നീ ഒന്ന് ഫോൺ കൊണ്ടു കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബബിത മടിച്ചു നിന്നുണ്ടെങ്കിലും നീ ഒന്ന് കൊണ്ടു കൊടുക്കടി എന്നൊക്കെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ രോഹിത്തിനെ വിളിക്കാനായിട്ട് മുറിയിലോട്ട് വരികയാണ്. കുറേ തട്ടിയിട്ടും മുറി തുറക്കുന്നില്ല. അങ്ങനെ വീണ്ടും വീണ്ടും തട്ടിയപ്പോഴാണ് മുറി തുറന്നത്. തുറന്ന പാടെ തന്നെ രോഹിത്ത് ബബിതയോട് ചൂടാവുകയാണ്. എന്തിനാണ് നീ എൻ്റെ ഡോറിൽ വന്ന് മുട്ടിയത്? നിന്നോട് ഞാൻ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? എൻ്റെ ഡോറിൽ മുട്ടുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വന്ന് മുട്ടിയതൊന്നുമല്ല, ഏട്ടനോട് അമ്മയ്ക്ക് എന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞു, അമ്മ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇതാ അമ്മയോട് എന്തെങ്കിലും സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ നീട്ടുമ്പോൾ ഫോൺ തട്ടി തെറിപ്പിച്ചിട്ട് എനിക്ക് ആരോടും സംസാരിക്കേണ്ട, എൻ്റെ മുമ്പിൽ നിന്ന് കടന്നു പോയെന്ന് പറഞ്ഞിട്ട് രോഹിത് വാതിലടയ്ക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ബബിത പറയുന്നുണ്ട്, കേട്ടല്ലോ അമ്മ, അവൻ പറഞ്ഞത് രോഹിത്തിനേട്ടന് ഇപ്പോൾ ഒന്നും സംസാരിക്കേണ്ടെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നീ കൊടുക്കരുതായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്തിട്ട് എൻ്റെ ഫോൺ തട്ടി മാറ്റിയതാണ്, എന്നിട്ട് കഥ അടച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ ഫോൺ വെക്കുകയാണ്. പിന്നീടാണ് അലീന ഫുഡുമായിട്ട് വരുന്നത്. രോഹിത്തിനുള്ള ഫുഡുമായിട്ട് വന്നിട്ട് വാതിൽ തട്ടുന്ന സമയത്ത് അലീനയോടും കയർത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, നീ എന്തായാലും എത്ര കാലം ഇവിടെ പട്ടിണി കിടക്കും, നീ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഞാനുണ്ടാക്കിയ ഭക്ഷണം വേണ്ടേ കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിതിനെ കൊണ്ട് കഴിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് രോഹിത് ആ പാത്രം അങ്ങ് നിലത്തോട്ട് വലിച്ചെറിയുകയാണ്. വാങ്ങിയിട്ട് വലിച്ചെറിയുന്ന സമയത്ത് അലീനയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അവളുടെ ഒരു ഫുഡ്, ജയിലിലാണെങ്കിൽ കുറച്ചെങ്കിലും സ്വസ്ഥതയുണ്ടായിരുന്നു, ഇവിടെ ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിറുപിറുത്ത് വാതിലടയ്ക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് നമ്മുടെ കൃഷ്ണമോൾ പറയുന്ന സമയത്ത്, നമ്മളാരെങ്കിലും നിർബന്ധിച്ചിട്ട് രോഹിതേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ജയിലിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ ഇട്ടിരിക്കുകയാണെന്നാണ് രോഹിതേട്ടൻ്റെ ഭാവം കണ്ടാൽ തോന്നുന്നത്, ഇവിടെ ആകെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ ഉറക്കനെ രോഹിത് കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, ഇനി അവനെ തിരിച്ച് കൊണ്ടുവന്നിടത്ത് തന്നെ ജയിലിൽ തന്നെ കൊണ്ടിടേണ്ടി വരുമോ, ആ അവസ്ഥയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അവൻ കേൾക്കാനായിട്ട് പറയുന്നുണ്ട്. ഇത് രോഹിത് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ രോഹിത് ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായതുകൊണ്ട് തന്നെ ദേഷ്യം പിടിച്ച് ബാൽക്കണിയിലോട്ട് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയും താഴോട്ട് നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് എന്തോ താഴത്തോട്ട് വലിച്ചെറിയുകയാണ്.
ആ ഒരു സമയത്താണ് കൃഷ്ണമോൾ അങ്ങോട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച ആകെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. നമ്മുടെ രോഹിത് ആ ഒരു സ്റ്റെയർ കേസിൻ്റെ ആ ഒരു കൈപ്പിടിയിന്മേൽ കയറി നിന്നിട്ട് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ നോക്കുകയാണ്. ഈ കാഴ്ച കണ്ടിട്ട് രോഹിതേട്ടാ എന്താ ചെയ്യാൻ പോകുന്നത്, എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അലറി വിളിക്കുകയാണ് കൃഷ്ണമോള്. അങ്ങനെ ബാലചന്ദ്രൻ ഓടി വന്ന് നോക്കുമ്പോഴേക്കും രോഹിത് താഴേക്ക് ചാടി കഴിഞ്ഞിരുന്നു.